ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുസ്തക റിവ്യൂ അല്ല, ഒരു പർട്ടിക്കുലർ പുസ്തകത്തിന്റെ ഉള്ളടത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ പേര് ബിയോണ്ട് ന്യൂമറസി എന്നാണ്. ഇത് എഴുതിയിരിക്കുന്നത് ജോൺ അലൻ പൗലോസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനാണ്. അപ്പൊ ഇദ്ദേഹം ഇതിന് മാത്തമാറ്റീഷ്യൻ റീഡ്സ് ന്യൂസ് പേപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറയാ ഈ ഇത് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, പുള്ളി ഒരു മാത്തമാറ്റീഷ്യൻ റീഡ്സ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഈ ഒരു പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അൺകോമൺ ഡിക്ഷണറി ഓഫ് മാത്തമാറ്റിക്സ് ആണ്. അപ്പോ ദിസ് ഇസ് നൈദർ എ ഡിക്ഷണറി നോർ എ ബുക്ക് ഓൺ മാത്തമാറ്റിക്സ്. ഒരു വേണമെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എസ്സേസ് ഓൺ ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് ഈ ബുക്കിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഇപ്പോൾ എസ്സേസ് എന്ന് പറയുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ടു 100 എസ്സേസ് ഉണ്ട് ഈ ബുക്കിൽ. ലൈക്ക് എനി അതർ ബുക്ക് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഇൻട്രൊഡക്ഷൻ. പിന്നെ ബിയോണ്ട് ന്യൂമറസി എന്നാണ് ഈ ബുക്കിന്റെ പേര്. അപ്പൊ തുടങ്ങുന്നത് തന്നെ ഒരു മാത്തമാറ്റിക്കൽ ആക്സെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു രീതിയാണ്. പിന്നെ കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആൾജിബ്ര സം ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ എന്താണ് ആൾജിബ്ര? ആൾജിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ നിങ്ങളൊരു പ്രോഗ്രാമർ ആണെങ്കിൽ നിങ്ങൾ എഴുതുന്ന എക്സ്പ്രഷൻസ് മോസ്റ്റ്ലി ആൾജിബ്രായിക് ഇക്വേഷൻസ് തന്നെയാണ്. ഓക്കെ, പക്ഷെ അതൊരു എന്താ പറയാ, ഇപ്പൊ ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്, നമ്മൾ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിനെ വേണമെങ്കിൽ ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയാം. നമ്മുടെ ഈ എക്സ്പ്രഷനിൽ വേരിയബിൾ 1 or more വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആൾജിബ്രായിക് ഇക്വേഷൻസ് എന്ന് പറയും. അപ്പൊ ആൾജിബ്ര ക്യാൻ ബി കൺസിഡർ ആസ് ജനറലൈസേഷൻ ഓഫ് അരിത്തമാറ്റിക്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മെട്രിസസിന്റെ സ്റ്റഡീസിനെ ലീനിയർ ആൾജിബ്ര എന്നാണ് പറയുന്നത്. ഇനി ടെൻസർ സ്റ്റഡീസിനെ ടെൻസർ ആൾജിബ്ര എന്ന് പറയുന്നത്. പിന്നെ ദർ ഇസ് അനദർ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് കോൾഡ് അബ്സ്ട്രാക്ട് ആൾജിബ്ര വേർ യു സ്പീക്ക് അബൌട്ട് എന്താ പറയാ ഗ്രൂപ്പ് റിലേഷൻ, ഗ്രൂപ്പ്, റിംഗ്, ഫീൽഡ്, ഇന്റഗ്രൽ ഡൊമൈൻ, കാറ്റഗറി. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കാറ്റഗറി തിയറി എക്സാക്ട്ലി വരില്ല. ഗ്രൂപ്പ്, റിംഗ്, ഫീൽഡ് ആണ് മെയിൻലി അബ്സ്ട്രാക്ട് ആൾജിബ്രയുടെ ഡൊമൈനിൽ വരുന്നത്. അപ്പോ ഈ ആൾജിബ്രയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഒരു ചാപ്റ്റർ. പിന്നെ നെക്സ്റ്റ് അനലിറ്റിക്കൽ ജോമെട്രിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്താണ് അനലിറ്റിക്കൽ ജോമെട്രി? അപ്പോ അനലിറ്റിക്കൽ ജോമെട്രി നമ്മൾ പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എല്ലാവർക്കും അറിയാം. റെനെ ഡെക്കാർട്ട്, ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ഉണ്ട്, പുള്ളിയുടെ സംഭാവനയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. വേർ എ പോയിന്റ് വിൽ ബി ഒരു 2D ഒരു പ്ലെയിനിൽ എ പോയിന്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ ഓർഡർഡ് പെയർ. ഓക്കെ, എക്സ് ആൻഡ് വൈ. അപ്പോ ഈ അനലിറ്റിക്കൽ ജോമെട്രി ഈസ് ആക്ച്വലി സിന്തസിസ് ഓഫ് ആൾജിബ്ര ആൻഡ് ജോമെട്രി. പണ്ട് ജോമെട്രി ഒരു പിക്ടോറിയൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പ്രോട്ടോ ലാംഗ്വേജ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പിക്ചർ ലാംഗ്വേജ് ആയിരുന്നു. അതിന് ആൾജിബ്രയായിട്ട് കണക്ഷൻസ് ഉണ്ടായിരുന്നില്ല അണ്ടിൽ റെനെ ഡെക്കാർട്ട്. റെനെ ഡെക്കാർട്ടാണ് വെസ്റ്റില് ആൾജിബ്രയിനെയും ജോമെട്രിനെയും തമ്മിൽ സിന്തസൈസ് ചെയ്ത് അനലിറ്റിക്കൽ ജോമെട്രി ഉണ്ടാക്കിയത്. അപ്പോ ഈവൻ ദോ യൂക്ലിഡ് ഈസ് കോൾഡ് ഫാദർ ഓഫ് ജോമെട്രി, അനലിറ്റിക്കൽ ജോമെട്രിയുടെ ഫാദർ റെനെ ഡെക്കാർട്ടാണ്. അപ്പോൾ ഈ അനലിറ്റിക്കൽ ജോമെട്രിയെ കുറിച്ച് പ്ലെയിൻ സർഫസ് ഒക്കെ ഈ എൻട്രി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പാരബോള എന്താന്ന് പറയുന്നുണ്ട്. പാരബോള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ക്വാഡ്രാറ്റിക് കർവ് വരികയാണെങ്കിൽ ഇതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ഒരു അറബിക് ന്യൂമറൽസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ന്യൂമറൽസ് ആണ് അതിനെ പറയേണ്ടത്, ഓർ ഇന്ത്യൻ ന്യൂമറൽസ് എന്ന് വെച്ചാൽ ഇവിടെ ആര്യഭട്ടനും മറ്റേ എന്താ പറയാ ബ്രഹ്മഗുപ്തനൊക്കെ ഉപയോഗിച്ച നമ്പറിനെ ഈ കിതാബെ അൽജബ്ര ഹിന്ദ് എന്നുള്ളൊരു ബുക്ക് അൽഖ്വാറിസ്മിയം കണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ലെനർഡ് ഓഫീസോടെ അവിടെ എത്തി. അങ്ങനെയാണ് യൂറോപ്പിലോട്ട് ഈ പൊസിഷണൽ നമ്പർ സിസ്റ്റം അവിടെ എത്തുന്നത്. അപ്പൊ എന്നെ പക്ഷെ പൊതുവെ സിൻസ് അറബ്സ് ട്രാൻസ്മിറ്റഡ് ദി നൊട്ടേഷൻ ഫ്രം ഇന്ത്യ ടു യൂറോപ്പ് വയ ഈജിപ്റ്റ്, അപ്പോൾ ഇതിനെ പൊതുവെ ഹിന്ദു അറബിക് ന്യൂമറൽസ് എന്നും അറബിക് ന്യൂമറൽസ് എന്നും പറയാം. അതിന് മുമ്പ് റോമൻ ന്യൂമറൽസ് ആയിട്ട് അതിനൊരു കമ്പാരിസൺ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ഏരിയസ് ആൻഡ് വോളിയത്തിനെ കുറിച്ച്. അപ്പൊ നമുക്ക് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണാം, ഇനി ഹെക്സഗണിന്റെ ഏരിയ എങ്ങനെയായിരിക്കും, സർക്കിളിന്റെ ഏരിയ എങ്ങനെയാണ്, പൈലർ, സ്ക്വയർ. അപ്പൊ അങ്ങനെ ഈ ഏരിയയും വോളിയം
അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു റെക്ടാങ്കിളിന്റെ പറയുമ്പോൾ ഒരു ക്യൂബോയിഡിന്റെ പറയുന്നത്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യൂബ് വിത്ത് എന്താ പറയാ, ഒരു ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 6 സൈഡിലും സെയിം വിഡ്ത്തും ഹൈറ്റും ബ്രെഡ്ത്തും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്യൂബ് എന്ന് വിളിക്കാം. റോറൽസ് ഒക്കെ ഒരു പ്ലെയിനിന് മറ്റേ എന്താ പറയാ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണെങ്കിൽ അതിനെ ക്യൂബ് എന്നും, അതിനെ ഇപ്പൊ ഒരു റെക്ടാങ്കിളിനെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതിനെ ക്യൂബോയിഡ് എന്ന് വിളിക്കാം. സർക്കിളിൽ നമ്മൾ 3 ഡയമെൻഷനിൽ വരുമ്പോൾ സ്ഫിയർ ആവും. സർക്കിൾ ക്യാൻ ബി ആക്ച്വലി എക്സ്ട്രൂഡഡ് ടു ബിക്കം എന്താ പറയാ, നമുക്ക് അതിനെ സിലിണ്ടർ ആക്കി മാറ്റാം. അപ്പോ പിന്നെ കോൺ അങ്ങനെയുള്ള ഫിഗേഴ്സിനെ കുറിച്ചാണ്. ഇനിയിപ്പോ അത് മാത്രമല്ല, ഒരു പർട്ടിക്കുലർ ഡയഗ്രാം ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കാണാൻ പറ്റുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതായത് പോയിന്റിനെ ലൈനായിട്ട് നെക്സ്റ്റ് ജനറലൈസേഷൻ ലൈനാണ്. ലൈനിൽ നിന്ന് സ്ക്വയറിൽ നിന്ന് ക്യൂബിൽ നിന്ന് ഹൈപ്പർ ക്യൂബ് ഓർ ടെസറാക്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ ഈ എൻട്രി അതിനെ കുറിച്ചാണ്. പിന്നെ അടുത്തത് ബൈനറി നമ്പേഴ്സ് ആൻഡ് കോഡാണ്. അപ്പോൾ എങ്ങനെയാണ് ബൈനറി സിസ്റ്റം, പിന്നെ ബൂളിയൻ ആൾജിബ്ര, ടോട്ടോളജി, ഇതിനെ കുറിച്ചൊക്കെ വളരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടന്റ് എൻട്രി കാൽക്കുലസിനെ കുറിച്ചാണ്. കാൽക്കുലസിന്റെ എൻട്രി ഒരു 3 പേജ് ഉണ്ട്. അപ്പോൾ if you want to get a bird's eye view of what calculus is all about, differential calculus is about finding geometrically slope of a curve. ഇനി ഫോർ എക്സാമ്പിൾ റേറ്റ് ഓഫ് ചേഞ്ച്, ഇനി നമ്മൾ വോളിയത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഏരിയനെ ഫർദർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഓർ ബ്രെഡ്ത്ത് ഇപ്പൊ സ്ക്വയർ കിട്ടും. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ഈ കാൽക്കുലസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡെറിവേറ്റീവും ഇന്റഗ്രലും ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അനുസരിച്ച് ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണ്. പിന്നെ അടുത്ത എൻട്രി ക്രാവോസ് തിയറിയെ കുറിച്ചാണ്. ഓക്കെ, ലോറൻസ് കർവിനെ കുറിച്ച് ഒരു പടമൊക്കെ ഉണ്ട്. ജെയിംസ് ക്ലിക്ക് ക്രാവോസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫ്രാക്ടൽസ് അങ്ങനത്തെ എൻട്രീസ് ഒക്കെയാണ്. പിന്നെ കോയിൻസിഡൻസ് ഒക്കെ അതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ കോമ്പിനേറ്റോറിക്സ് ആണ്, ഗ്രാഫും മാപ്പും ആണ് പറയുന്നത്. ഇപ്പോ ഗ്രാഫ് ഓക്കെ, അപ്പോ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോ ഗ്രാഫ് എന്ന് 2 അർത്ഥമുണ്ട്. അതായത് ഇപ്പൊ ചാർട്ട് എന്നുള്ള രീതിയിലും ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുന്ന 4 ക്വാഡ്രന്റ് ആയിട്ട് വരച്ചിട്ട് ബാർ ഗ്രാഫ് അങ്ങനത്തേക്ക് വരയ്ക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ഗ്രാഫാണ്. ബിക്കോസ് ഇറ്റ് കംസ് അണ്ടർ ദി എന്താ പറയാ ടോപ്പിക് കോമ്പിനേറ്റോറിക്സ്, പെർമുട്ടേഷൻ, കോമ്പിനേഷൻ, സബ്സെറ്റ്, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു ഗ്രാഫ്. പിന്നെ കോണിസ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാഫ് തിയറിയുടെ ഒറിജിൻ എന്താ പറയാ ഈ ഇവിടുന്ന വരുന്നത്, അതായത് കോണിസ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിൽ നിന്ന്. അതായത് ലെനാർഡ് ഓയിലർ ആണ് അത് സോൾവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓയിലർ സർക്യൂട്ട് എന്താണ്, ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്താണെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എൻട്രി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ്, കോംപ്ലക്സിറ്റി ഓഫ് പ്രോഗ്രാംസ് ആണ്. അപ്പൊ നമുക്ക് അറിയാം കോൺസ്റ്റന്റ് ടൈം കോംപ്ലക്സിറ്റി, സ്പേസിന്റെ ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പോൾ കോൺസ്റ്റന്റ് ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്. ചില അൽഗോറിതംസ് ഒക്കെ നമ്മൾ കോൺസ്റ്റന്റ് ടൈമിൽ ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെ ലീനിയർ ടൈം ഉണ്ട്, ലോഗരിതമിക് ടൈം ഉണ്ട്, പിന്നെ ലോഗ് ലീനിയർ ഉണ്ട്, ക്വാഡ്രാറ്റിക് ഉണ്ട്, ക്യൂബിക് ഉണ്ട്, പിന്നെ സബ്സെറ്റ്, അതായത് എന്താ പറയുക പവർ സെറ്റ്, ഇനി അല്ലെങ്കിൽ ഫാക്ടോറിയൽ കോംപ്ലക്സിറ്റി. അങ്ങനെ ഈ ആസ് യു ഗോ ഫ്രം ക്വാഡ്രാറ്റിക് കോംപ്ലക്സിറ്റിയുടെ മുകളിലുള്ള പ്രോബ്ലംസ് റിയൽ ടൈമിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ കമ്പ്യൂട്ടേഷനെ കുറിച്ചിട്ടാണ് അടുത്ത എൻട്രി. പിന്നെ കോറിലേഷൻ, ഇന്റർവെൽസ് ആൻഡ് റാൻഡമൈസ് കൺട്രോൾ ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞ സാധനം ഒരു ലീനിയർ ഓപ്പറേഷൻ ആണ്. അതായത് 2 വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് ആണ് കോറിലേഷനെ കുറിച്ച് ഇത് ചെയ്യുന്നത്. അപ്പോ ഇഫ് യു നോ ഹൗ ടു കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിന്റെ സ്ക്വയർ ആണ് കോവേരിയൻസ്. ഈ വേരിയൻസ് 2 വേരിയബിൾ വന്ന കോവേരിയൻസ് ആവും. നോർമലൈസ്ഡ് കോവേരിയൻസിനെ കോറിലേഷൻ എന്ന് പറയും. അപ്പോ ഈ റാൻഡമൈസ് കൺട്രോൾ ട്രയലിൽ എങ്ങനെയാണ് സിംഗിൾ ബ്ലൈൻഡഡ്, ഡബിൾ ബ്ലൈൻഡഡ്, പിന്നെ ട്രിപ്പിൾ ബ്ലൈൻഡഡ്,
ടെസ്റ്റ്, പിന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 എറർ, ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററിലെ എൻട്രി ഡിഫറൻഷ്യൽ ഈക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ആക്ച്വലി വെരി ദിസ് തിങ്. പിന്നെ നെക്സ്റ്റ് ഇ ആണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലേഴ്സ് കോൺസ്റ്റന്റ് ഓർ നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ആണ്. അത് 2.718 ഇതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാ 2.71828 അങ്ങനെ പോകും. അത് 1 + 1/n to the power of n as n tends to infinity ആണ്. അപ്പോൾ ഫോർ സം റീസൺ കോമ്പൗണ്ടിങ്, ഡിസ്കൗണ്ടിങ്, ഈ കൂളിങ്, ഹീറ്റിങ്, ഇതെല്ലാം ഈ ബേസ് വെച്ചിട്ടുള്ള ഇതാണ്. അപ്പോ ഫിനാൻസിൽ അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ഈക്വേഷൻസ്, നേച്ചറിലുള്ള പല ഫിസിക്സിലുള്ള ഡിഫറൻഷ്യൽ ഈക്വേഷൻസ് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് സ്റ്റോക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ ആണ്. ഈനെ വേണമെങ്കിൽ ആന്റി ലോഗരിതം എന്നും നമുക്ക് പറയാം, ലോ ഓഫ് ഡബിളിങ് എന്നൊക്കെ വരും. പിന്നെ മാത്തമാറ്റിക്സ് ഇൻ എത്തിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ എന്താണ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിനെ കുറിച്ച് ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോ പിന്നെ അടുത്ത എൻട്രി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഫെർമാറ്റ്സ് ലാസ്റ്റ് ഇയർ. ഓക്കെ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്താണ്. x² + y² = z² സാറ്റിസ്ഫൈങ് ഇക്വേഷൻസിനെയാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ അങ്ങനത്തെ കുറെ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ 5² + 3² = 4², 5² + 3² + 2² = 4² + 3² = 5². 4² എന്ന് പറഞ്ഞാൽ 16, 3² 9 ആണ്, 16 + 9 22, 5² ആണ്. ഇനിയിപ്പോ 12² + 5² = 13², 169 വരും. അപ്പൊ 12² 144 ആണ്. അപ്പൊ അങ്ങനെ കുറെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ഉണ്ട്. അപ്പൊ പിയറെ ഡി ഫെർമാറ്റ് എന്നുള്ള ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ പറഞ്ഞു, ഓക്കെ, there doesn't exist a solution for any equation of the form x raised to n plus y raised to n is equal to z raised to n for n greater than 2. അപ്പൊ ട്രിവിയൽ കേസസിൽ അത് വാലിഡ് അല്ല. എല്ലാം 0 ആണ്, എക്സും വൈയും 0 ആണെങ്കിൽ പക്ഷേ ദാറ്റ് ഇസ് ട്രിവിയൽ സൊല്യൂഷൻ. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഇല്ല എന്നുള്ളത് ഇവിടെ ഹൈപ്പോത്തസൈസ് ചെയ്തു. And he wrote that, okay, margin is too narrow to contain. I got a wonderful proof for it, but margin is too narrow to contain. പുള്ളി മരിച്ചുപോയി. അങ്ങനെ 350 കൊല്ലത്തിന് ശേഷം ആൻഡ്രൂ വൈൽസ് എന്ന ഒരു ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ ഇയർ 1993 ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറം, ഫെർമാറ്റ് വാസ് കറക്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇറ്റ് വാസ് നോട്ട് ഫെർമാറ്റ്സ് പ്രൂഫ്, കാരണം ഫെർമാറ്റ്സിന്റെ കാലത്തിലില്ലാത്ത മാത്തമാറ്റിക്സ് കുറെ ഇതുണ്ട്. മാത്തമാറ്റിക്കൽ ഫോക്ലോർ ആണ് നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, പിന്നെ ഫ്രാക്ടൽസ്. ഇപ്പൊ ഫ്രാക്ടൽസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ എന്താ പറയുക, ഫ്രാക്ഷണൽ ഡയമെൻഷൻ എന്നാണ് ഫ്രാക്ടൽസ്. ഇപ്പോ മാൻഡൽബ്രോട്ട് സെറ്റ്, സീർസ്പെൻസ്കി ഗ്യാസ്കറ്റ്, എൽ സിസ്റ്റംസ്, ജൂലിയ സെറ്റ്, അങ്ങനെ നമുക്ക് ബ്യൂട്ടിഫുൾ മറ്റേ ഇൻഫിനിറ്റ് സൂമുള്ള പിക്ചേഴ്സ് ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. കോച്ച്, സ്നോഫ്ലേക്ക്, അങ്ങനെയുള്ള കുറെ ഇതുണ്ട്. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ഫംഗ്ഷൻസിനെ കുറിച്ചാണ്, ഒരു ഫംഗ്ഷണൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഒരു പാരബോളയെ കുറിച്ച് ഒരു കാനോണിക്കൽ ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ അവതരിപ്പിച്ചേക്കാണ്. പിന്നെ നെക്സ്റ്റ് എൻട്രി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഗെയിം തിയറി. ഗെയിം തിയറി ഒരു എന്താ പറയാ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അറ്റ്ലീസ്റ്റ് 3 ഗെയിം, അതായത് പ്രിസണേഴ്സ് ഡിലമ, റോക്ക് പേപ്പർ ആൻഡ് സിസർ, ട്രാജഡി ഓഫ് കോൺവെന്റ്സ്. ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഈ 3 ഗെയിമും സമാന സ്വഭാവമുള്ളതാണ്. ഈ പ്രിസണേഴ്സ് ഡിലമ 2 പേഴ്സൺ ആണെങ്കിൽ മറ്റേ അത് പ്യുവർ സ്ട്രാറ്റജി ഇല്ലാത്ത അതിന്റെ 3 പേഴ്സൺ വേരിയന്റ് ആണ് റോക്ക് പേപ്പർ ആൻഡ് സിസർ. വെൻ മോർ ദാൻ 3 people play the game, it becomes tragedy of commons. ട്രാജഡി ഓഫ് കോമൺസ് പല സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ മറ്റേ എന്താ പറയാ, ഈ വർക്ക് ഫ്രം ഹോം ലിബറലി കൊടുക്കുമായിരുന്നു. അപ്പോ ആൾക്കാരത് ആദ്യം അത് 100 പേർക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്, പിന്നെ 500 കഴിഞ്ഞപ്പോൾ പീപ്പിൾ ബിഗാൻ ടു എക്സ്പ്ലോയിറ്റ് ഇറ്റ്. ബൈ ദ ടൈം സംഖ്യ 1000 ആയി കഴിഞ്ഞപ്പോൾ മോസ്റ്റ് പീപ്പിൾ വോണ്ട് ടേൺ ടു ദി ഓഫീസ്. പിന്നെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമൊക്കെ നടത്താൻ പോയിട്ട് അതെല്ലാവരും എടുത്തു. അതായത് എവരിബഡി ഹാസ് ടു അപ്ലൈ, ഈവൻ ദ മാനേജർ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ
ഈ ട്രാജഡി ഓഫ് കോമൺസ്, ഇങ്ങനെ പല എക്സാമ്പിൾസ് ഉണ്ട് ലൈഫിൽ. അപ്പോ എന്താണ് പ്യുവർ സ്ട്രാറ്റജി, മിക്സ്ഡ് സ്ട്രാറ്റജി എന്താണ്. അടുത്ത എൻട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഗോഡൽ ആൻഡ് ഹിസ് തിയറം. അപ്പോ കേർട്ട് ഗോഡൽ എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രിയൻ ലൊജീഷ്യൻ ഉണ്ട്. പുള്ളി ഡേവിഡ് ഇൽബർട്ടിന്റെ ശിഷ്യനൊക്കെ ആയിരുന്നു. അപ്പോ ഡേവിഡ് ഇൽബർട്ട് ഈ മാത്തമാറ്റിക്സിനെ ലോജിക്കലി ഗ്രൗണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു മെക്കനൈസേഷൻ ഓഫ് മാത്തമാറ്റിക്സ് ആണ് ആ പ്രൊജക്ടിനെ പറഞ്ഞിരുന്നത്. പുള്ളി പറഞ്ഞു ഡിസൈഡബിലിറ്റി വേണം, കൺസിസ്റ്റൻസി വേണം, കംപ്ലീറ്റ്നെസ് വേണം ഒരു മാത്തമാറ്റിക്കൽ സൂപ്പർ സ്ട്രക്ചറിന്, ഫ്രം ആക്സിയംസ് ടു ദി എന്താ പറയാ ആ ആക്സിയംസിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്ന പ്രൂഫ്സ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫോർ ഡേവിഡ് ഇൽബർട്ട്, പുള്ളിയുടെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഗോഡല് പ്രൂവ് ചെയ്തു എനി സിസ്റ്റം, അത് തന്നെ ഈ ഗോഡൽസ് ഇൻകംപ്ലീറ്റ്നെസ് തിയറം വേരിയന്റ് 1 വേരിയന്റ് 2 ഉണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് ഫോർ ദി സേക്ക് ഓഫ് ബ്രെവിറ്റി, എനി ഫോർമൽ സിസ്റ്റം സഫിഷ്യന്റ്ലി പവർഫുൾ ടു depict arithmetic will be either consistent or complete, not both. കൺസിസ്റ്റൻസി ശ്രമിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്നെസ് ഉണ്ടാവില്ല, കംപ്ലീറ്റ്നെസ് ശ്രമിക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. പിന്നെ ഡിസബിലിറ്റി പ്രോബ്ലം, ഈ ഹാൾട്ടിംഗ് പ്രോബ്ലം, അങ്ങനത്തെ ഈ ഇതൊക്കെ വെച്ചിട്ട് പിൽക്കാലത്ത് അത് ഡിസൈഡബിളും അല്ല എന്ന് കണ്ടു. അപ്പൊ ഹിൽബർട്ടിന് അതൊരു വലിയൊരു ബ്ലോ ആയിരുന്നു. അപ്പൊ കോഡ് ഗോഡല് ഒരു എന്താ പറയാ ടൈം ട്രാവൽ പോസ്റ്റുലേറ്റ് ചെയ്തുള്ളതാണ്. വേൾഡ് വാർ 2 പ്രിൻസിറ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ഐൻസ്റ്റൈൻ ആയിട്ട് ഈവനിങ് വാക്കിനൊക്കെ പോകുന്ന ഒരാളും ഒരു 1978 അദ്ദേഹം മരിച്ചത്. അപ്പൊ പുള്ളിയുടെ തിയറത്തെ കുറിച്ചാണ് അടുത്ത എൻട്രി. അപ്പൊ ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മാത്തമാറ്റിക്കലി ലിറ്ററേറ്റ് പേഴ്സൺ ആവും. അടുത്തത് ഗോൾഡൻ റെക്ടാംഗിൾ ഫിബൊനാച്ചി സീക്വൻസ് ആണ്. എല്ലാ പ്രോഗ്രാമേഴ്സിനും അറിയാം ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും എന്താ പറയാ 1 1 2 1 + 1 2 3 പിന്നെ 3 + 2 5 അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ്. നമുക്ക് ഐറ്ററേറ്റീവ്ലിയും റിക്കർസീവ്ലിയും ഇനി അതിനെ നമുക്ക് വേണമെങ്കിൽ മെമ്മോയിസേഷൻ വഴിയും നമുക്കത് കാണാൻ പറ്റും. അപ്പൊ ഈ ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഫിബൊനാച്ചി സീരീസ് ആസ് ഇത് തന്നെ പ്രൊസീഡ്സ്, അത് ഗോൾഡൻ റേഷ്യോ 1.618 എന്ന് പറഞ്ഞൊരു ഇതിലോട്ട് കൺവേർജ് ചെയ്യും സക്സസീവ് ഫിബൊനാച്ചി നമ്പർ. അപ്പൊ ഈ ആ നമ്പറിനൊരു പ്രത്യേകതയുണ്ട്. ആ ലേഔട്ടിൽ ഇഷ്ടിക വെച്ചാലോ, ഇനി അതേമാതിരി തന്നെ നമ്മുടെ ബോഡിയുടെ ടോർസോയും ഈ മറ്റേ എന്താ പറയാ ഹിപ്പും തമ്മിലുള്ള റേഷ്യോ, അപ്പോ അത് ഈ 1.618 അടുക്കുകയാണെങ്കിൽ അവരെ എസ്തെറ്റിക്സിലി പ്ലീസിങ് ആയിരിക്കും. അപ്പൊ ഇതാണോ പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ, ഇതായിരിക്കും ഇതിൻ്റെ ഉള്ളിലാണ്. പിന്നെ നെക്സ്റ്റ് എൻട്രി ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്, ഗ്രൂപ്പ്സ് ആൻഡ് അബ്സ്ട്രാക്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഉണ്ട്, x² + bx + c = 0 എന്ന് പറയുമ്പോൾ -b +± b² - 4ac/2a എന്നുള്ളതാണ്. ക്യൂബിക്കിനാണെങ്കിലും സർട്ടൺ കൈൻഡ് ഓഫ് ഡീജനറേറ്റ് ക്യൂബിക്സിന് ലൂക്ക പാഷിയോളി ക്യൂബിക് ഇക്വേഷനും ഉണ്ട്. കോർട്ടിക്കിന് നമുക്ക് വേണമെങ്കിൽ സർട്ടൺ സാധനത്തിനെ ക്വാഡ്രാറ്റിക് ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. പക്ഷേ ബിയോണ്ട് ദാറ്റ് ഒന്നിനും ഈ പറയുന്ന എന്താ പറയാ സൊല്യൂഷൻ ഇല്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, മാത്തമാറ്റിക്സിനെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോപ്പർട്ടി ഓഫ് ദി മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ, അതിനെ നമ്മൾ ഇപ്പൊ ഗ്രൂപ്പായിട്ട്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിന് അസോസിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, ക്ലോഷർ ഉണ്ടായിരിക്കണം, പിന്നെ അതിന് മറ്റേ ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം, അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ 4 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഗ്രൂപ്പ് ആവും. അതിന്റെ കൂടെ ഡിസ്ട്രിബ്യൂട്ടീവ് ഒരു 2 ഓപ്പറേറ്റർ സപ്പോർട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ടിവിറ്റിയും കൂടി അതിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് റിംഗ് ആവും. പിന്നെ അതില് ഈ 1-2 ക്രൈറ്റീരിയ കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫീൽഡ് ആവും. ഈ അബ്സ്ട്രാക്ട് ആൾജിബ്രയെ കുറിച്ചാണ്, സിമെട്രി അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ എൻട്രിയിലുള്ളത്. പിന്നെ ഹ്യൂമൻ കോൺഷ്യസ്നസ് ഇറ്റ്സ് ഫ്രാക്ടൽ നേച്ചർ എന്ന് പറഞ്ഞൊരു എൻട്രിയാണ്. അത് കുറച്ചുകൂടി ഒരു മെറ്റീരിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ചാപ്റ്റർ എഴുതിയേക്കണേ. അപ്പോൾ there are ഈ കമ്പീറ്റിംഗ് വേൾഡ് വ്യൂസ് ഓഫ് കോൺഷ്യസ്നസ്. ഓക്കെ, പിന്നെ ഹ്യൂമർ ആൻഡ് മാത്തമാറ്റിക്സ് എന്നുള്ള സാധനമുണ്ട്. പിന്നെ ഇമാജിനറി ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോ നെഗറ്റീവ് നമ്പേഴ്സ് തന്നെ ഒരു വളരെ ആക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഹാർഡായിട്ട് തോന്നി. ഇമാജിൻ നമ്പറിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അപ്പൊ x² + 1 = 0 എന്നുള്ള ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ x² = -1 ആവും. അപ്പൊ x എന്നുള്ളത് √(-1) ആവും. √(-1) നെഗറ്റീവിന് സ്ക്വയർ റൂട്ട് ഇല്ല. പക്ഷെ ഇപ്പൊ സ്ക്വയർ റൂട്ട് ഉണ്ട്, ഒരു i എന്ന് പറഞ്ഞ ഒരു
സിമ്പൽ അവിടെ പ്ലേസ് ചെയ്തിട്ട് ഒരു റിയൽ നമ്പറിനെ ഇപ്പൊ 3 എന്നുള്ള നമ്പർ 3+0 ആയി. ഇനി അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റിയലും ഉണ്ടാവും, ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടാവും. അപ്പൊ അങ്ങനെ റിയൽ നമ്പേഴ്സിന് 3+0 ആയി, 3+4 ആണെങ്കിൽ 3+0 ആയി, പ്ലസ് മറ്റേതിന് 4+0 ആയി വെച്ചിട്ട് അവര് എല്ലാ അരിത്തമാറ്റിക്കും അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ കൺസിസ്റ്റന്റ് റിസൾട്ട് കിട്ടി. അങ്ങനെ കോംപ്ലക്സ് നമ്പർ തിയറി കുറെ ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ് അതിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കണ്ടത്. ഇമാജിനറി നമ്പറും നെഗറ്റീവ് നമ്പറും അതിനെ കുറിച്ചൊക്കെ ഇതുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡിസ്ക്രിമിനന്റ്, ഇപ്പോ b² - 4ac എന്ന് പറയുന്ന സാധനം 0 വരെയാണ്, 0-ന് താഴെ വരെയാണെങ്കിൽ അതിന് ഇമാജിനറി റൂട്ടേ ഉള്ളൂ. പിന്നെ ഇമ്പോസിബിലിറ്റീസിനെ കുറിച്ചൊരു ചാപ്റ്റർ ആണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ കുറിച്ചൊരു നല്ല ചാപ്റ്റർ ഉണ്ട്. അപ്പോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഒരു വളരെ ഈ പല തിയറംസ് പ്രൂവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് n നമ്പേഴ്സിന്റെ സം n × n + 1/2 ആണെന്ന് അത് പ്രൂവ് ചെയ്യണത്. അപ്പൊ അത് സ്ട്രോങ് ഇൻഡക്ഷൻ ഉണ്ട്, വീക്ക് ഇൻഡക്ഷൻ ഉണ്ട്. വീക്ക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ 1-നെ അത് പ്രൂവ് ചെയ്യും, n-ന് പ്രൂവ് ചെയ്യും, n+1-നെ പ്രൂവ് ചെയ്യും. അപ്പൊ മാത്തമാറ്റിക്സ് കൺസിസ്റ്റന്റ് ആണ് ഇത്. ഇങ്ങനത്തെ ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് ഇടയ്ക്ക് ജനറലൈസേഷൻ എറർ വരും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഓയിലർ ഒരു ഫോർമുല കണ്ടുപിടിച്ചു, n² - n + 41 വെച്ചിട്ട് നമുക്ക് പ്രൈം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാം. സോ അവര് 1, 2 ഇതിനെല്ലാം കറക്റ്റ് ആയി അൺടിൽ ഇറ്റ് റീച്ച്ഡ് എന്താ പറയാ 41. ഇത് 1681 അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രൈം അല്ല. അപ്പോ ഇറ്റ് വർക്ക് ഫോർ 40 ടേംസ് എന്നിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ കെയർഫുള്ളി ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ ആണെന്നാണ് ഈ എൻട്രി പറയുന്നത്. പിന്നെ ഇൻഫൈനൈറ്റ് സെറ്റ്, ഇപ്പൊ സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റിന്റെ കാർഡിനാലിറ്റി കൗണ്ട് ചെയ്യാം, കാൻഡേഴ്സ് ഡയഗണലൈസേഷൻ ആർഗ്യുമെന്റ്, അതായത് ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ പ്രൂവ് ചെയ്യുന്നതൊക്കെ ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് ലിമിറ്റ്സ് ആണ്. ലിമിറ്റ്സ് കാൽക്കുലസ് ആയിട്ട് ഭയങ്കര അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. കാൽക്കുലസ് ഒരു ലിമിറ്റിംഗ് ഓപ്പറേഷൻ ആണ്. അടുത്ത എൻട്രി ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഇറ്റ് ഹസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് പ്രോഗ്രാമിംഗ്. ഒരു സെറ്റ് ഓഫ് ഒരു ലീനിയർ ഈക്വേഷൻ വിച്ച് ഇസ് ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും, ടാർഗറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. പിന്നെ കുറെ സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് വേറെ കുറെ ലീനിയർ ഈക്വേഷൻ കൊടുക്കുന്നതിനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. World War II ശേഷം ഡെവലപ്പ് ചെയ്യപ്പെട്ടാണ്. അതിൽ സിംപ്ലക്സ് മെത്തേഡ്, പിന്നെ അതിലെ ഗ്രാഫിക്കൽ മെത്തേഡിനെ കുറിച്ചൊക്കെ ഈ ചാപ്റ്റർ പ്രതിപാദിക്കുന്നുണ്ട്. അടുത്ത ചാപ്റ്റർ മെട്രിസസ് ആൻഡ് വെക്ടേഴ്സ് ആണ്. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ലീനിയർ ആൾജിബ്ര. ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. പിന്നെ മീൻ, മീഡിയൻ ആൻഡ് മോഡ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ മോബിയസ് സ്ട്രിപ്സ് ആൻഡ് ഓറിയന്റബിലിറ്റി. മോബിയസ് സ്ട്രിപ്പ് ഒരു യൂണിക് ഇതാണ്. അതായത് നിങ്ങൾ തുണിമില്ലല്ല മറ്റേ പൊടിമില്ലൊക്കെ പോയി കഴിഞ്ഞാൽ മോബിയസ് സ്ട്രിപ്പ് കാണാൻ പറ്റും. കൺവെയർ ബെൽറ്റ് അതേമാതിരിയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓറിയന്റബിലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ, അത് അഡീഷൻ പ്രിൻസിപ്പിൾ, മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ പ്രോബബിലിറ്റിയുടെ കേസിൽ അതുണ്ട്. പിന്നെ മ്യൂസിക്, ആർട്ട്, ഡിജിറ്റലൈസേഷൻ. ഓക്കെ, അപ്പോൾ മിഡി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവോ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ ആർട്ട്, പിക്ചർ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും അതിനെ കുറിച്ചൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നോൺ യൂക്ലിഡിയൻ ജോമെട്രി, എല്ലാവർക്കും അറിയാം യൂക്ലിഡിന്റെ എലമെന്റ്സ് ആണ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ജോമെട്രി ഫോർ എ ലോങ് ടൈം ഇൻ ദ വെസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പൊ അതില് യൂക്ലിഡിന്റെ പാരലൽ പോസ്റ്റുലേറ്റ് എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ അല്ല. അപ്പൊ അങ്ങനെ നോൺ യൂക്ലിഡിയൻ ജോമെട്രി ഉണ്ടാവുകയാണ് ചെയ്ത്. സം ഓഫ് ദി 3 ആംഗിൾസ് 180 മുകളിൽ വരുന്നതും ഇപ്പോ എന്താ പറയാ അതിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ. പിന്നെ നൊട്ടേഷൻ, മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ, സിഗ്മ, ഇന്റഗ്രല്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഇതാണ്. പിന്നെ ഒലിപ്പോ, മാത്തമാറ്റിക്സ് ഇൻ ലിറ്ററേച്ചർ, പിന്നെ പാർഷ്യൽ ഓർഡറിങ് ആൻഡ് കമ്പാരിസൺ, ലാറ്റിസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ്. പിന്നെ പാസ്കൽസ് ട്രയാങ്കിൾ ഇപ്പോൾ ഈവൺ ഇന്ത്യയിൽ പോലും മറ്റേ പിങ്കളാചാര്യൻ, മറ്റേ മേരി പ്രസ്താര എന്ന് പറഞ്ഞിട്ട് വേ ബിഫോർ ബ്ലേസ് പാസ്കൽ അറൈവ് ചെയ്തിട്ടുണ്ട്. ചൈനീസ് കൾച്ചറിലും ഈ പാസ്കൽസ് ട്രയാങ്കിൾ എക്സ്റ്റെൻസീവ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു.
നെക്സ്റ്റ് ഫിലോസഫി ഓഫ് മാത്തമാറ്റിക്സ് എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അത് അടുത്ത ഫോർമലൈസേഷൻ ഓഫ് മാത്തമാറ്റിക്സ് ആയിട്ടൊക്കെ ഭയങ്കര ബന്ധപ്പെട്ടതാണ്. പിന്നെ പൈക്ക് വേണ്ടി ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ പ്ലാറ്റോണിക് സോളിഡ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ടെട്രാഹൈഡ്രൺ, ഒക്ടാഹൈഡ്രൺ ക്യൂബ്, ഐക്കോസാഹൈഡ്രോൺ, പിന്നെ ഡോഡക്കാഹൈഡ്രോൺ. ഇപ്പൊ ഓപ്പൺ ജിഎല്ലിന്റെ ഉള്ള സാമ്പിൾ പ്രോഗ്രാംസിൽ ഇതെല്ലാം വരയ്ക്കുന്നുണ്ട്. അപ്പോ ഈ 5 സാധനത്തിനാണ് പ്ലാറ്റോണിക് സോളിഡ് എന്ന് പറഞ്ഞത്. പിന്നെ പ്രൈം നമ്പറിന് വേണ്ടി ഒരു ചാപ്റ്റർ ഉണ്ട്, സിഒ പരത്തമ ഇറാത്തോസ്റ്റസ്, അതിനെ കുറിച്ചൊക്കെ. പിന്നെ പ്രോബബിലിറ്റിയെ കുറിച്ച് ഒരു എൻട്രി ഉണ്ട്. പിന്നെ പൈതഗോറസ് തിയറം. ഇപ്പൊ പൈതഗോറസ് തിയറം 2D ഫോം ഉണ്ട്, 3D ഫോം ഉണ്ട്, മറ്റേ അതിന്റെ ജനറലൈസ്ഡ് ഫോമും ഉണ്ട്. പൈതഗോറസ് തിയറം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ യൂക്ലിഡിയൻ സ്പേസ് ഒരു പൈതഗോറസ് തിയറം ആയിരിക്കും. അതിന് കുറെ വേരിയസ് പ്രൂഫ് ഒക്കെ ഉണ്ട്, ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പ്രൂഫിനെ കുറിച്ചാണ് നെക്സ്റ്റ് ചാപ്റ്റർ ആൻഡ് തിയറംസ്. പിന്നെ ക്വാണ്ടിഫയേഴ്സ് ഇൻ ലോജിക്, യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ, നെഗേഷൻ, അതിനെ കുറിച്ചൊക്കെയാണ്. ക്വാണ്ടിഫയേഴ്സ് ഫംഗ്ഷണൽ പ്രോഗ്രാമിൽ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. യൂണിവേഴ്സലി ക്വാണ്ടിഫൈഡ് ആയിരിക്കണം മിക്ക ഫംഗ്ഷൻ, അല്ലെങ്കിൽ അത് പാർഷ്യലി ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ലോക്കൽ വേരിയബിൾസിൽ എന്താണെങ്കിൽ ഇന്നവേ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇനിയിപ്പോ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ അല്ലാത്തത് ഫ്രീ വേരിയബിൾ ആയിരിക്കും, അത് ക്യാപ്ചർ ചെയ്യണം. ഇപ്പോൾ ഭയങ്കര ഇതാണ്. റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഒരു നമ്പർ ഹൈറാർക്കി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻഡിജർ എന്താണ്, ഇൻഡിജറിൽ നിന്ന് നമുക്ക് മറ്റേ എന്താ പറയാ ഹോൾ നമ്പർ ഉണ്ടാക്കാം. ഹോൾ നമ്പറിൽ നിന്ന് പിന്നെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, അതായത് 1 to ഇൻഫിനിറ്റി. പിന്നെ ഹോൾ നമ്പേഴ്സ് ഉണ്ട്, 0 കൂടി വരും. പിന്നെ നെഗറ്റീവും കൂടി വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആവും. പിന്നെ ഈ അത് റേഷ്യോ ബിറ്റ്വീൻ 2 നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അത് റാഷണൽ നമ്പർ ആവും. പിന്നെ ഈ റാഷണൽ നമ്പറും പിന്നെ എന്താ പറയാ ഇറാഷണൽ നമ്പറും കൂടി കൂടിയാലാണ് റിയൽ നമ്പർ ആവുക. റിയൽ നമ്പറിൽ പിന്നെ കോംപ്ലക്സ് നമ്പർ, അങ്ങനെ കുറെ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ എന്താണെന്നുള്ളതുണ്ട്. പിന്നെ റിക്കർഷനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രൻ ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ വെരി ഗെയിം ഓഫ് ലൈഫിലെ മറ്റേ എന്താ പറയാ പാറ്റേൺസ് ആണ് ഇത് ചെയ്യുന്നത്. പിന്നെ റസൽസ് പാരഡോക്സ്. അപ്പൊ ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻട്രിയാ. അപ്പൊ ഇതിലെല്ലാം ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ഇതിന്റെ ടൈറ്റിലും എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് ഐ ക്യാൻ സം അപ്പ് ദ ഹോൾ സ്റ്റോറി. അപ്പോ റസൽസ് പാരഡോക്സ്, അതായത് ഇപ്പോ അതിനെ കുറച്ചുകൂടി ബാർബർ പാരഡോക്സ് എന്താണെന്നുള്ളത് പറയുന്നത് എനിക്ക് എളുപ്പം. വെൻ ദേ വർ ആക്ച്വലി ട്രൈങ് ടു റെഡ്യൂസ് മാത്തമാറ്റിക്സ് ഇൻടു ലോജിക്, റിക്കർസീവ്ലി എന്യൂമറേബിൾ സെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രോബ്ലം വന്നു. സെറ്റ് ഓഫ് ആൾ സെറ്റ്സ് വിച്ച് ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ദംസെൽവ്സ് എന്നുള്ളത് ഇവർ എൻകോഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ മറ്റേ ഇറ്റ് ബിക്കെയിം എ പ്രോബ്ലം ഫോർ ദം. അപ്പോൾ ഒരു തോട്ട് എക്സ്പെരിമെന്റ് മുന്നോട്ട് വെച്ചു. അതായത് ദർ ഇൻ എ സർട്ടൺ ടൗൺ ദർ എക്സിസ്റ്റ് എ ബാർബർ who will shave for anyone who doesn't shave themselves. Does that barber shave എന്നാണ്. ബാർബർ ഷേവ് എന്ന് പറഞ്ഞാലും പ്രൊപ്പോസിഷൻ തെറ്റി, ഷേവ് ഇല്ല എന്ന് പറഞ്ഞാലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോ ഓഫ് എക്സ്പോർട്ടഡ് മിഡിൽ അവിടെ ബ്രേക്ക് ചെയ്യാണ് ചെയ്തത്. ഐദർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. അപ്പോൾ അതിന് എല്ലാത്തിനും പാരഡോക്സ് എന്ന് പറയും. റസൽസ് പാരഡോക്സ് നമുക്ക് അങ്ങനെ അതിനെ വിഷ്വലൈസ് ചെയ്യാം. പിന്നെ സയന്റിഫിക് നൊട്ടേഷൻ ഈ വെച്ചിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ സീരീസിന്റെ കൺവെർജൻസും ഡൈവേർജൻസും, അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ സോർട്ടിങ് ആൻഡ് റിട്രീവിങ് ഒരു സെമി ന്യൂമറിക്കൽ ചാപ്റ്റർ ആണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് 2 തിയറംസ്, അത് സെൻട്രൽ ലിമിറ്റ് തിയറവും മറ്റേ എന്താ പറയാ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ്. സെൻട്രൽ ലിമിറ്റ് തിയറം എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ of the phenomena, if you take random samples from it and take average of each sample, and if you try to plot it, it will be approximating towards a normal curve. അപ്പോൾ അതൊരു സ്റ്റാർട്ട്ലിംഗ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ്. സെപ്പോളജി അങ്ങനെ പല സബ്ജക്ട്സും വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ ലോ ഓഫ് നമ്പേഴ്സ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ മീൻ ഇഫ് ദർ ഇസ് സഫിഷ്യന്റ് സാമ്പിൾസ് വിൽ കൺവേർട്സ് ടു പോപ്പുലേഷൻ മീൻ എന്നുള്ളതാണ്. പിന്നെ സസ്റ്റൈനബിലിറ്റി ആൻഡ് മോർ ഓൺ റോട്ട്, സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. ഓക്കെ, അപ്പൊ അത് എക്സ്പ്രഷൻസിനെ കുറിച്ചുള്ള ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. സിമെട്രി ആൻഡ് ഇൻവേരിയൻസ്, അത് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടാം. പിന്നെ ടോട്ടോളജി എന്ന് വെച്ച് കഴിഞ്ഞാല് റിഗാർഡ്ലെസ്, ഇപ്പൊ നമുക്കൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് വരെയാണ്. അതിൽ ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റും
അത് ട്രൂ ആണോ ഫാൾസ് എടുത്താലും ആ കോമ്പൗണ്ട് വിൽ ആൾവേസ് ഇവാലുവേറ്റ് ട്രൂ. അതാണ് ടോട്ടോളജി. അപ്പൊ ടോട്ടോളജിയെ കുറിച്ച് ഞാൻ കുറച്ച് വേറൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. പിന്നെ ടൈം, സ്പേസ് ആൻഡ് ഇമ്മൻസിറ്റി, ഈ എന്താ പറയാ, ഈ അസ്ട്രോണമിയുടെ ഒരു കോസ്മോളജിയുടെ ഒരു ചാപ്റ്റർ ആണ്. പിന്നെ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഈ വി ആർ മോർ കൺസേൺഡ് അബൌട്ട് ദ കണക്ടിവിറ്റി ദാൻ ദ ഷേപ്പ്. വേണമെങ്കിൽ ഒരു എന്താ പറയാ, ജോമെട്രിയുടെ ഒരു ജനറലൈസേഷൻ എന്ന് പറയാം. ഇപ്പൊ നെറ്റ്വർക്ക് ജോമെട്രി എന്ന് പറയാറുണ്ട്, നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയാറുണ്ട് നമ്മൾ ഡയഗ്രാം വരയ്ക്കും. പിന്നെ ട്രിഗണോമെട്രിയുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് സ്റ്റേറ്റിംഗ് ദ ഒബിയസ്. പിന്നെ ട്യൂറിംഗ് ടെസ്റ്റ് എക്സ്പെർട്ട് സിസ്റ്റം. അപ്പോൾ ഒരു AI ടച്ച് ഉണ്ട് ഈ ബുക്ക് എഴുതുമ്പോൾ. അത് വളരെ ടോപ്പിക്കാണ്. ട്യൂറിംഗ് ടെസ്റ്റ്, ഈ LLMs ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എത്രത്തോളം വരുന്നതെന്ന് അറിഞ്ഞൂടാ. പിന്നെ വേരിയബിൾസ് ആൻഡ് പ്രൊനൗൺസ്, വോട്ടിംഗ് സിസ്റ്റത്തെ കുറിച്ച് ഒരു ചാപ്റ്റർ. പിന്നെ സീനോ ആൻഡ് മോഷൻ പാരഡോക്സ്. ഇപ്പോൾ ഈ എന്താ പറയാ, ഈ ടൈം ഫ്ലൈസ് ലൈക്ക് ആരോ, അങ്ങനെ പറയാം. എന്താ പറയാ, ഈ സീനോസ് പാരഡോക്സിനെ കുറിച്ചൊക്കെ അറിയുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാവണേക്ക് മുമ്പ് ഗ്രീക്ക് കാലഘട്ടത്തിലുള്ള തോട്ട് എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾ ഒരു ഹെയറും ടോർട്ടോയ്സും തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോൾ ടോർട്ടോയ്സ് അല്ലെങ്കിൽ ഹൗ മച്ച് എവർ മുമ്പിൽ ഇരിക്കുന്ന ആൾ ഓടിയാലും അയാളായിട്ടുള്ള പകുതി ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അപ്പൊ അതിങ്ങനെ അപ്പോ ഒരിക്കലും മറ്റേ പുറകിൽ വരുന്ന ആൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിന്റെ ഇത്. നോഷൻ ഓഫ് ലിമിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ, വി ഹാവ് ആക്ച്വലി റിസോൾവ് ദ പാരഡോക്സ്. ഇതാണ് സീനോ ഇത്. പിന്നെ ഈ ടോപ്പ് ക്രോണോളജിക്കലി, അതായത് ഈ ഓരോ എൻട്രിയും ഹിസ്റ്റോറിക്കലി 40 എൻട്രീസിന്റെ ലിസ്റ്റാണ്. പിന്നെ സജസ്റ്റഡ് റീഡിംഗ് ഉണ്ട്. അപ്പൊ ഈ ബുക്ക് ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്, എവരി വൺ ക്യാൻ ഇൻവെസ്റ്റ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയർ ഒക്കെ ചെയ്യുമ്പോൾ മാത്തമാറ്റിക്കൽ ടോപ്പിക്സിനെ കുറിച്ച് ക്വിക്കായിട്ടൊരു ഓവർവ്യൂ നിങ്ങൾ ഈ ബുക്ക് മറ്റേ എന്താ പറയാ ഇൻഡെക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോ ഐ ഫൗണ്ട്, ഞാൻ UK വെച്ച് വാങ്ങിച്ചാണ്. ഞാൻ അവിടെ നിന്ന് ഒരു എന്താ പറയാ 66,000 രൂപയുടെ ഈ അതായത് 650 പൗണ്ട്സ് മുടക്കി ഞാൻ അവിടെ നിന്ന് ഒരു എന്താ പറയാ 100 കിലോ ബുക്സ് ഇങ്ങോട്ട് അയച്ചപ്പോൾ ഈ ബുക്ക് എടുക്കാതിരുന്നില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഓൾഡ് ബുക്ക് സ്റ്റോറിൽ പോയി കഴിഞ്ഞപ്പോൾ വളരെ ചീപ്പ് റേറ്റിന് അത് കിട്ടും. ഇനിയിപ്പോൾ ഇതിന് ഇന്ത്യൻ എഡിഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ വൺസ് അഗൈൻ ദ ബുക്ക് ഈസ് ബിയോണ്ട് ന്യൂമറസി, ജോൺ ഹെലൻ പോലോസ് ആണ്. ഇതൊരു ഡിക്ഷണറി കം എന്താ പറയാ എസ്സേസ് ആണ്. അപ്പോൾ റീഡിങ് എസ്സേസ് will help you to actually understand things very fast. I hope this summary of the book, okay, ഒരു ബുക്ക് റിവ്യൂ ആയിട്ട് ഇതിനെ കാണണ്ട, കുറെ മാത്തമാറ്റിക്കൽ ഫാക്ട്സ് അതിനെ ചുറ്റിപ്പറ്റി എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ജൽപ്പനങ്ങളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.